ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ISL സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് FC ആയിട്ടായിരുന്നു ഹോം മാച്ച് ആയിരുന്നു. കൊച്ചി സ്റ്റേഡിയത്തിൽ തിരുവോണ ദിനത്തിൽ നടന്ന മത്സരം. ആദ്യ മത്സരം തന്നെ തോറ്റു തുടങ്ങിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ സീസൺ. 2-1 എന്ന സ്കോർ ലൈനിലാണ് തോറ്റത്. അവസാന 10 നിമിഷങ്ങളിൽ 3 ഗോളുകൾ പിറന്ന മത്സരമായിരുന്നു. അപ്പോൾ ചില ഫാൻസ് പറയുന്ന പോലെ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ കളി ജയിച്ചാൽ വല്ലാത്ത അഹന്തയും ഓവർ കോൺഫിഡൻസ് ഒക്കെ വരും, അതുകൊണ്ട് തോറ്റു തുടങ്ങുന്നത് നല്ലതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഈ കളി കണ്ട എന്തായാലും അത്ര ഓവർ കോൺഫിഡൻസിൻ്റെ പ്രശ്നം എന്തായാലും വരില്ല. സോ ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റനെ എഡ്രിയൻ ലൂണയുടെ അഭാവം ടീമിനുണ്ടായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യം മൂലം ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നാണ് ക്ലബ്ബ് അറിയിച്ചത്. മേജർ ഇഞ്ചുറി കൺസേൺ ഒന്നും അറിയിച്ചിട്ടില്ല ക്ലബ്ബ്. പിന്നെ അതേപോലെ തന്നെ അലക്സാണ്ടർ കോയിഫിനെ ഫ്രെഡിയുടെ കൂടെ ഒരു ഡബിൾ പിവറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് ടീമിൽ അണിനിരത്തിയിരുന്നത്. 4-2-3-1 ഫോർമേഷനിലാണ് മിക്കേൽ സ്റ്റാറെ ടീമിനെ ഇൻ പേപ്പർ അണിനിരത്തിയിരുന്നത്. സെൻറ്റർ ബാക്ക് പെയറിംഗ് ആയിട്ട് മിലോസ് ടിൻസിച്ചും പ്രീതം കൊട്ടാലും ആയിരുന്നു. അറ്റാക്കിങ്ങിൽ പെപ്രയും ഉണ്ടായിരുന്നു സ്ട്രൈക്കറായിട്ട്. സോ ഇനി കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു താളമില്ലാത്ത കളി എന്ന് തന്നെ പറയേണ്ടി വരും രണ്ട് ടീമിൻ്റെയും. അതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിഡ്ഫീൽഡിൽ കളി മെനയുകയോ അല്ലെങ്കിൽ പൊസഷൻ കീപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലൊന്നും കളി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു അറ്റാക്കിങ് പ്രീ സീസൺ കളിച്ച പ്ലേയേഴ്സാണ്, ഫസ്റ്റ് ഹാഫിൽ അണിനിരുന്ന പ്ലേയേഴ്സ് മിക്കവരും ഒരുമിച്ച് കളിച്ച പ്ലേയേഴ്സാണ്. പക്ഷേ പൊസഷൻ കീപ്പ് ചെയ്യുന്നതിലും അറ്റാക്കിംഗ് പ്രോഗ്രഷൻ്റെ കാര്യത്തിലും പ്ലേയേഴ്സ് തമ്മിൽ നല്ല പരിചയക്കുറവുള്ളതായിട്ട് തോന്നിയിരുന്നു. പിന്നെയും പ്രോഗ്രഷൻസ് നടന്ന വിങ്സിലാണ്. രാഹുൽ KPയുടെ റൈറ്റ് സൈഡിൽ കൂടെ ഒക്കെ അത്യാവശ്യം പ്രോഗ്രഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കിൽ സെറ്റ് ഉണ്ടായാലും സ്പീഡ് ഉണ്ടായാലും കാര്യമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബോക്സിലേക്ക് വിങ്ങിൽ നിന്ന് ബോൾ ഡെലിവറി എത്തുക തന്നെ വേണം. പക്ഷേ അത് കാര്യമായിട്ട് നടന്നില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഫസ്റ്റ് ഹാഫിൽ. എസ്പെഷ്യലി എൻ്റെ ഹോം ജേർണിയിൽ ആദ്യത്തെ 30 മിനിറ്റിൽ ഒരു ക്രോസ് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക്, പഞ്ചാബിൻ്റെ ബോക്സിലേക്ക്, അറ്റാക്കിംഗ് ബോക്സിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. സോ അതൊരു മേജർ കൺസേണിങ് ഇഷ്യൂ ആണ്. ഇപ്പോൾ വേണമെങ്കിൽ പറയാം ലൂൺ ഇല്ലാത്തത് കൊണ്ട് മിഡ്ഫീൽഡിൽ അറ്റാക്കിംഗ് മെനയാൻ ഇത്തിരി പാടുപെട്ടു എന്നുള്ള കാര്യം വേണമെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് പറയാം. പക്ഷേ ഏതെങ്കിലും ഒരു പ്ലെയറിനെ ആശ്രയിച്ച് സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ ഉണ്ടാകുന്ന വിപത്ത് എന്താണെന്ന് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പഠിച്ചതാണ്. ലൂൺ ഇഞ്ചുറായി പോയപ്പോൾ പുതിയ കോച്ചിന് കീഴിലും അതേ മിസ്റ്റേക്ക് അവർ ആവർത്തിക്കാതിരിക്കട്ടെ. ഒരു പ്രോപ്പർ അറ്റാക്കിംഗ് ഫ്ലോ കീപ്പപ്പ് ചെയ്യാൻ രണ്ട് ടീമിനും കഴിഞ്ഞില്ല. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് പ്രോഗ്രഷൻ നടത്തി പോകുമ്പോഴേക്കും അവിടെ പ്ലേയേഴ്സ് ഇൻ്റർസെപ്ഷൻ നടത്തും. അവിടെ നിന്ന് പഞ്ചാബ് പന്ത് മേടിച്ച് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ഡിഫൻസീവ് സൈഡ് പ്ലേയേഴ്സ് സന്ദീപ് സിംഗും ടിൻസിച്ചൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇൻ്റർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. സോ മൊത്തത്തിൽ ഒരു അറ്റാക്കിംഗ് ഫ്ലോ രണ്ട് ടീമിനും കീപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 2 ചേഞ്ചസ് നടത്തുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയ എയിമനെ മാറ്റിയിട്ട് വിബിനെ ഇറക്കുന്നുണ്ട്. അതേപോലെ സ്ട്രൈക്കറായ പെപ്രേനെ മാറ്റിയിട്ട് പുതിയ സൈനികമായ ജീസസ് ജിമിനസിനെ ഇറക്കുന്നുണ്ട്. ഈ വിബിൻ്റെ വരവോടുകൂടി കുറച്ചും കൂടി മിഡ്ഫീൽഡ് കുറച്ചും കൂടി ഫോക്കൽ പോയിന്റ് വെച്ച് കളിക്കാൻ പ്ലേയേഴ്സിന് കഴിഞ്ഞു. കുറച്ചും കൂടി പൊസിഷൻ കീപ്പ് ചെയ്യാൻ സെക്കൻഡ് ഹാഫിൻ്റെ തുറക്കുന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അറ്റാക്കിംഗ് ക്രോസസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഷാർപ്പ് ക്രോസസ് ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. സോ അതൊരു മേജർ ഇഷ്യൂ ആയിരുന്നു, അറ്റാക്കിംഗ് ഫ്ലോനെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. നോഹസാദയുടെ ഭാഗത്തു നിന്നും ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ഒരു ഷോട്ടും ക്രോസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയില്ല. പിന്നീട് 86-ാമത്തെ മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരെ പഞ്ചാബിൻ്റെ ഫസ്റ്റ് ഗോൾ വരുന്നത്. അതൊരു പെനാൽറ്റി ആയിരുന്നു. മുഹമ്മദ് ഷഹീഫ്, ലെഫ്റ്റ് വിങ്ങറായ മുഹമ്മദ് ഷഹീഫിൻ്റെ ഒരു ബ്ലണ്ടർ എന്ന് തന്നെ പറയേണ്ടി വരും. പകരക്കാരനിറങ്ങിയ ലിയോൺ അഗസ്റ്റിനെ ബോക്സിൽ ജേഴ്സി പിടിച്ചു വലിച്ചിട്ടാണ് പഞ്ചാബ് ആ പെനാൽറ്റി നേടിയെടുക്കുന്നത്. അതൊരു വളരെ ഇമ്മച്യൂർ ആയിട്ടൊരു ഡിസിഷൻ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വേണമെങ്കിൽ പറയാം കളിയുടെ ചൂടിൻ്റെ ഇടയിൽ നടന്ന ഒരു കാര്യം എന്ന് പറയാം. പക്ഷെ സ്റ്റിൽ ഒരു പ്രൊഫഷണൽ ലീഗ് കളിക്കുന്ന ഒരു പ്ലെയർ പെനാൽറ്റി ബോക്സിൽ ഒപ്പോണൻറ്റിനെ ജേഴ്സി വലിച്ചിട്ട് അത് 86-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി കൺസീഡ് ചെയ്യുന്ന അത്ര ഒരു ചൂടിൻ്റെ പേരിൽ എഴുതി തള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതും ലിയോൺ അഗസ്റ്റിനാണെങ്കിൽ അത് നേരെ പോസ്റ്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരുന്നില്ല, അതേപോലെ ഡയഗണൽ സൈഡിലേക്കാണ് റൺ ചെയ്തിരുന്നത്. സോ മേ ബി സച്ചിൻ സുരേഷിന് ആ ഷോട്ട് പ്ലേസ് ചെയ്താലും മേ ബി സച്ചിൻ സുരേഷിന് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഉണ്ടാവും, അത് പറയാൻ പറ്റില്ല നമുക്ക്. ബട്ട് സ്റ്റിൽ അതൊരു വളരെ ഇമ്മച്യൂറായിട്ട് ഡിസിഷൻ ആയിരുന്നു. ബോൾ ടാക്കിൾ ചെയ്ത് പെനാൽറ്റി കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ജേഴ്സി പുള്ളൊക്കെ നടത്തി 86-ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി കൊടുക്കുന്നത് അത്ര നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നില്ല പ്ലെയറിൻ്റെ. അത് ആ പ്ലെയർ തന്നെ സ്വയം നോക്കി കാണേണ്ട ഒരു കാര്യമാണത്. പിന്നീട് ലൂക്ക മാഞ്ചനായിരുന്നു പഞ്ചാബിൻ്റെ പെനാൽറ്റി എടുത്തത്. സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്ന പ്ലെയർ ആയിരുന്നു. റൈറ്റ് ഫുട്ട് കൊണ്ട് നല്ലൊരു ഷോട്ട് തന്നെ നെറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അടിച്ചു കയറ്റുന്നുണ്ട്. നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ സച്ചിൻ സുരേഷിന്.
അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ വളരെ നോട്ടീസബിൾ ആയിരുന്നു. കാരണം അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ ജേഴ്സി ഊരി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോർണർ ഫ്ലാഗ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മേലേക്ക് അദ്ദേഹത്തിൻ്റെ ജേഴ്സി ഇട്ട് അതിനുശേഷം കോർണർ ഫ്ലാഗിൻ്റെ പോള് പൊക്കി പിടിച്ചാണ് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തത്. ചെറുതായിട്ട് ഒഫൻഡഡ് ആവും ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഒക്കെ, പക്ഷേ സ്റ്റിൽ ഹി സ്കോർഡ് ദ ഗോൾ. സോ അദ്ദേഹത്തിന് സെലിബ്രേറ്റ് ചെയ്യാം. അദ്ദേഹത്തിന് മഞ്ഞക്കാട് കിട്ടിയിരുന്നു ജേഴ്സി ഊരിയതിന്. സോ അങ്ങനെ 90 മിനിറ്റ് എത്തി. ആഡ് ടൈമായിട്ട് 6 മിനിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ 92ാമത്തെ മിനിറ്റിൽ അതായത് 90+2 മിനിറ്റ്സിൽ എങ്ങനെയാണ് ഒരു നല്ല ക്രോസ് ടീമിന് എത്രത്തോളം അറ്റാക്കിംഗ് പ്രോഗ്രഷന് യൂസ് ചെയ്യാമെന്നുള്ളത് പ്രീതം കോട്ടാൽ കാണിച്ചു തന്നു. അദ്ദേഹം റൈറ്റ് വിങ്ങിൽ നിന്ന് കൊടുക്കുന്നൊരു നല്ലൊരു ക്രോസ് ഉണ്ട്, ലോഫ്റ്റഡ് ക്രോസ്. ജീസസ് ജിംനസ് പുതിയ സൈനിങ് അദ്ദേഹം ഒരു ജമ്പ് ചെയ്ത് നല്ലൊരു പെർഫെക്റ്റ് ഹെഡർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈക്വലൈസിങ് ഗോൾ കിട്ടി. സോ അപ്പോൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യമാണ്, ഈ ക്രോസൊക്കെ ഇതുവരെ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ടെമ്പോ അറ്റാക്കിംഗ് ടെമ്പോ എന്തുകൊണ്ട് ആദ്യത്തെ കളി തുടങ്ങുന്ന സമയം തുടങ്ങി പുറത്തെടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഒന്ന് ഈക്വലൈസറിൽ എത്തി. അപ്പോൾ പിന്നെയും കളി പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യാനാണ് ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സൊക്കെ നോക്കുന്നത്. അപ്പോൾ മേ ബി 1-1 ഡ്രോ, അല്ലെങ്കിൽ മേ ബി ബ്ലാസ്റ്റേഴ്സ് ഒന്നും കൂടി ഫയർ ചെയ്യുകയാണെങ്കിൽ, ക്വിക്ക് ഫയർ ഇനി നടന്നാൽ ചിലപ്പോൾ വിന്നറും കൂടി കണ്ടെത്താം എന്നുള്ളൊരു തോട്ടിലാണ്. കാരണം പിന്നെ 4 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ 95ാമത്തെ മിനിറ്റിൽ ഇതിനൊക്കെ വിപരീതമായിട്ടാണ് സംഭവിച്ചത്. മേ ബി ഡിഫൻസ് കുറച്ച് ലേസി ആയിരുന്നു, അല്ലെങ്കിൽ ടയേർഡായെന്ന് പറയാം. ലൂക്ക മാഞ്ചൻ തന്നെയാണ് അതിനുള്ള അസിസ്റ്റ് കൊടുക്കുകയാണ്. ഫിലിപ്പ് മാർസ്ലാക്ക് എന്ന് പറയുന്ന പ്ലെയർ വിന്നിങ് ഗോൾ കണ്ടെത്തുകയാണ് പഞ്ചാബ് FC-യുടെ. സോ പിന്നെ അതിനുശേഷം വലിയ കാര്യമായിട്ട് പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് അറ്റാക്ക് ട്രൈ ചെയ്തു, പക്ഷേ അറ്റാക്സ് നടത്തി നോക്കി, പക്ഷെ ഒന്നും ലക്ഷ്യം കണ്ടില്ല. ഗോൾ കീപ്പറിനൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന അറ്റംപ്റ്റ്സ് ആയിരുന്നു അതൊക്കെ. സോ അങ്ങനെ ആദ്യത്തെ മത്സരം കൊച്ചിയിൽ ഫസ്റ്റ് ഹോം മാച്ച് തന്നെ തോറ്റുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സും. ഇനിയിപ്പോൾ അടുത്ത മത്സരം വരുന്ന ഈസ്റ്റ് ബംഗാളിൻ്റെ കൂടെ 22-ാം തീയതി ഹോം മാച്ച് തന്നെയാണ്, കൊച്ചി വെച്ച് തന്നെയാണ് നടക്കുന്നത്. സോ ആ ഒരു മാച്ചിലേക്ക് പല കാര്യങ്ങളും ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം മേ ബി ലൂണ വരികയാണെങ്കിൽ അലക്സാണ്ടർ കോയിഫിൻ്റെ പൊസിഷനിങ് മാറാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്ട്രൈക്കിങ്ങിന് ഇനിയിപ്പോൾ പെപ്രയ്ക്ക് ഇനി അവസരം കൊടുക്കുമോ, അതോ ജീസസ് ജിംനസ് കടന്നു വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. സോ എനിക്ക് ഇന്നത്തെ മാച്ചിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, മിഡ്ഫീൽഡിൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ എന്തായാലും ടീമിന് കഴിഞ്ഞില്ല. സോ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ നല്ല കുറച്ച് ക്രോസുകൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ബോക്സിലേക്ക് എത്തിക്കുകയാണെങ്കിൽ മേ ബി ടീമിന് സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇന്ന് ആ ക്രോസസ് ആയിരുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ആ ക്രോസസ്സാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ടീം മിസ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, വിങ്സിൽ നിന്നുള്ളത്. സോ ഒരു രസം കൊല്ലി മാച്ചായിരുന്നു ഫസ്റ്റ് ഹോം മാച്ച് തന്നെ. ഇപ്പോൾ സ്കോർ ലൈൻ വെച്ചിട്ടല്ല, കളിയുടെ ശൈലി വെച്ചിട്ടാണ് പറയുന്നത്. അത്ര ഇരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു ഫ്ലോ ഉണ്ടായിരുന്നില്ല മാച്ചിന്, അൺഫോർച്ചുനേറ്റ്ലി. മേ ബി അടുത്ത മത്സരങ്ങളിൽ ലൂണിയൊക്കെ വരുന്നതോടുകൂടി മാറ്റങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാവട്ടെ ടീമിൽ. പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസും എസ്പെഷ്യലി വിങ്സിൽ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവട്ടെ. സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഫസ്റ്റ് ഹോം മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനലിൽ വരുന്ന ഫുട്ബോൾ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മലയാളി ഫുട്ബോൾ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.